ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ എൻ്റെ അനിയത്തിയും കസിൻസുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ കാറിലിരുന്നതും പറഞ്ഞു, ഞാൻ ഭയങ്കര ഐ എം സോ ഈഗർ ടു സീ, ഭയങ്കര എക്സൈറ്റഡ് ആണ് അവളെ കാണാനുള്ളത്. അപ്പോൾ ആ ഫസ്റ്റ് ഷോട്ട് ഉണ്ടാവും, അതായത് ഓഡിറ്റോറിയത്തിൻ്റെ നടുവിലുള്ള ഏസിൽ നിന്ന് വലതുവശത്തും ഇടതുവശത്തേക്ക് വന്നിട്ട് കയറുന്ന സീൻ, അസാധ്യം ഭയങ്കര. അവിടെ നിന്നിട്ട് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു കുറച്ച് സമയം നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്നില്ല. ഞാൻ ആക്ച്വലി സ്റ്റേജിൽ ഇരുന്നിട്ട് ഞാൻ ആക്ച്വലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. കാരണം ആ കളർ, കാരണം ആ സാരിയുടെ കളർ ഞാൻ ആക്ച്വലി ഫസ്റ്റ് സെലക്ട് ചെയ്തത്. ഇറ്റ് ഷുഡ് ബി റെഡ് കളർ എന്നുള്ളത്. രണ്ടുപേരും ഒരേപോലെ. ചേട്ടൻ്റെ വെഡിങ് ഡേ ആണ്. ചേട്ടനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ ശരിക്കും ഒരു നല്ല ചേട്ടനാണ്, അടിപൊളിയാണ്. മിക്കപ്പോഴും വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും ഏട്ടനായിരിക്കും പുറത്തു കൊണ്ടുപോകുക. അപ്പോൾ ഞാൻ പഠിക്കുന്ന ടൈമിലാണെങ്കിൽ പോലും ഹോസ്റ്റലായിരുന്നു. അപ്പോൾ ഏട്ടൻ വന്നിട്ടായിരിക്കും മിക്കപ്പോഴും ഏട്ടനായിരിക്കും തൃശ്ശൂർ വരും. സർപ്രൈസ് അതെ, സർപ്രൈസ് വിസിറ്റ് തന്നെ പറയണം. അപ്പൊ വരും, ഫുഡ് വാങ്ങിച്ചിരും, ഒന്ന് കറങ്ങും, പിന്നെ പോകും. സത്യം പറഞ്ഞാൽ ഏട്ടൻ ഉണ്ടായതുകൊണ്ട് കേട്ടോ അവിടെയൊക്കെ ഫുഡ് കഴിച്ച് ഒക്കെ ജീവിച്ച് പോണതെന്ന് പറയാം. ദിലിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ദിലിന് നല്ല കുട്ടിയാണ്. ചേട്ടന് മറ്റൊരു കുട്ടിയാണ്, എല്ലാം കൊണ്ടും മാച്ചാണ്. ഇപ്പം ആള് ഭയങ്കര ഡാൻസ് കളിക്കും, അതുവരെ മാച്ച്. അതെ, ചേട്ടനും നല്ലോണം ഡാൻസ് കളിക്കും, ചേച്ചിയും ഡാൻസ് കളിക്കും. അതുകൊണ്ട് സെറ്റാണ്. ഹാപ്പി ആയിട്ട് നമ്മളെപ്പോഴും കൊണ്ടു നടക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇന്നൊരാളെന്നില്ല, എല്ലാവരെയും ഹാപ്പി ആയിട്ട് കൊണ്ടു നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അച്ഛനമ്മേനെ എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ദിലിനേക്ക് തരാൻ പറ്റുന്ന ഉറപ്പ് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകും. ഇന്ന് ചേട്ടന്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര സന്തോഷത്തില് നിൽക്കുന്ന ദിവസമാണിത്. കാലം കലൈത് പോയി നിലാവൈ പോലെ വാനമെങ്കും കാത്തിരുപ്പേ ഇന്നുയിരേ ഉന്നെ ചേര കാലമേറെ കാല സേരുമേ എന്നെഞ്ചം
ആ ഒരു ഫേസ് അന്ന് കണ്ടതിന് ശേഷം ഭയങ്കര ആ ദിവസം തന്നെ ഉള്ളിലിങ്ങനെ തോന്നിയിരുന്നു ഇവരെ ആൾ കൊള്ളാലോ എന്നുള്ളത്. പിന്നെ അടുത്ത് അറിയുമ്പോഴും അല്ലെങ്കിൽ ഒക്കെ നമ്മളിങ്ങനെ നമ്മളുള്ളിൽ ഇങ്ങനെ വിചാരിക്കില്ല ചില കാര്യങ്ങൾ, അതെല്ലാം അത് തന്നെ. അതായത് ഈശ്വരൻ ഇങ്ങനെ എവിടെയോ കൊണ്ടുവന്ന് ഇങ്ങനെ തന്നിരിക്കാം, ഇനി സേഫായിട്ട് ഒരുമിച്ച് പോണേന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗമായിട്ട് ഇനി അങ്ങോട്ട് എപ്പോഴും കൂടെ വേണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. क्या कहानी किसने जानी है, लिख दे तू ही यारे, प्यार से बढ़ के कोई न मानी है, वो इंतहा ढूंढे। क्या कहानी किसने जानी है, लिख दे तू ही यारे, प्यार से बढ़ के कोई न मानी है, वो इंतहा ढूंढे। खोजेगा नहीं पाएगा तू, दूर दूर जाके अगर इस पल को खो दिया तो आँखों से सच ही पाएगा। नूर नूर मौला अगर हर पल में साथ दे तो ढूंढूं मैं प्यार है ये। ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, ചോദ്യം ചോദിക്കാൻ പോയ ആള് കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് സോ ഹാപ്പി ടു സീ യു എന്നുള്ളത്. അന്ന് ആ ഹാപ്പിനെസ് കയറിയത് ഇന്ന് ഈ ദിവസം വരേക്കും സന്തോഷത്തിലിരിക്കുകയാണ്.